Assalamualaikum warahmatullahi. Alhamdulillah. Alaihi hadana hadana wa kunna nahtadi lawla Allah. Usikum wa ta'ala wa taqwa idriku ila islam mastata'tu wa ma tawfiqi illa billah. Alaihi tawakkaltu wa ilayhi unib. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. ഏറെ സ്നേഹം വേണ്ട സത്യവിശ്വാസികളാണ്. അവരുടെ അപാരമായ അനുഗ്രഹം 17 നോമ്പുകൾ മിസൈലുകളുടെ ബഹളങ്ങളില്ലാതെ, വെടിയൊച്ചകളില്ലാതെ, കരച്ചിലുകളില്ലാതെ, യാതൊരു തരത്തിലുള്ള ബഹളങ്ങളില്ലാതെ ഒറ്റ കുറിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. റമദാനിലെ 16 ആവുമ്പോൾ അല്ലെങ്കിൽ റമദാൻ 17 ആവുമ്പോൾ എല്ലാ കൊല്ലവും നമ്മുടെ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസുകളിലേക്ക് ഓടിയെത്തുന്ന ഒരു വിഷയമാണ് ബന്ധുവിനൊപ്പം അല്ലെങ്കിൽ ബന്ധു എന്നുള്ളത്. ഇന്നലെ മുതൽ നമ്മുടെ സുഹൃത്തുക്കളുടെയും അല്ലെങ്കിൽ ഉടമക്കാരുടെ സ്റ്റാറ്റസുകളിൽ ഒരുപാട് ഗീതങ്ങൾ വഴി അത് കണ്ടിട്ടുണ്ടാവും. തൗഹീദ് ശിർക്കിനെതിരെ നേടിയിരിക്കുന്നത് ഈമാനം കൊണ്ട് മാത്രം തെളിയിക്കുന്ന ഒരുപാട് സ്റ്റാറ്റസ് നമ്മൾ എടുക്കാം. ബദറിനകത്തേക്ക് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുമ്പോൾ അത് ഏറ്റവും വൈകാരികമായി പുതിയ കാലത്തേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളുമായി കണക്ട് ചെയ്യുന്ന അതിന്റെ ഭാഗമാണ് കുടുംബക്കാർ തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു വർദ്ധിക്കുന്നു. അത്തരം പാഠത്തിലേക്കാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശ്രദ്ധ ചെലുത്താൻ ആഗ്രഹിക്കുന്നത്. കുടുംബക്കാർ തമ്മിൽ യുദ്ധം ചെയ്യാം. ഉപ്പ മകനെതിരെ, അനുജൻ ജ്യേഷ്ഠനെതിരെ, മരുമക്കൾ കാരണവർമാർക്കെതിരെ, അങ്ങനെ കുടുംബത്തിനകത്ത് ഒരു വീട്ടിലിരുന്ന് കൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ജനിച്ചു വളർന്ന് കഴിച്ചു വളർന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ഒരു ആവശ്യത്തിന്റെ പുറത്ത് മാത്രം ശത്രുക്കളായി മാറുകയും പിന്നീട് ഈ യുദ്ധഭൂമിയിൽ വെച്ചവർ മുഖാമുഖം കൊണ്ട് യുദ്ധം ചെയ്യുകയും ചെയ്തു. റസൂലിനെ പിൻപറ്റുന്നതിനുള്ള തടിച്ചതയായിരുന്നു ഈ യുദ്ധത്തിന് പിറകിലുള്ളവർ എല്ലാവരും ചെയ്തോ വികാരമെന്നത് നമ്മൾ മനസ്സിലാക്കണം. യുദ്ധം തുടങ്ങാൻ പോകുന്ന സമയത്ത് മുഹാജിറുകൾപ്പെട്ട മിഗ്ദാദ് അമ്മോട് റസൂൽ ചോദിക്കുന്നുണ്ട് യുദ്ധത്തെ പറ്റി, അല്ലെങ്കിൽ യുദ്ധം തുടങ്ങാൻ പോകുന്നതിന്റെ അഭിപ്രായത്തെ പറ്റി ചോദിക്കുമ്പോൾ മിഗ്ദാദ് അമ്മ പറയുന്നത് ആഴമേറിയ വലിയൊരു ഗർത്തത്തിലേക്കാണ് റസൂൽ ഞങ്ങളെയും കൊണ്ട് നടന്നു നീങ്ങുന്നെങ്കിലും ഞങ്ങളും നടന്നു നീങ്ങും. മൂസ നീയും നിന്റെ രക്ഷിതാവും പോയിട്ട് യുദ്ധം ചെയ്തു എന്ന മൂസാ നബിയുടെ ജനത മൂസാ നബിയുടെ പറഞ്ഞതുപോലെയുള്ള നന്ദി കേടിന്റെ വാക്ക് ഞങ്ങൾ നിങ്ങളോട് പറയുകയില്ല എന്ന് മുഹാജിന്റെ ഭാഗത്ത് അഭിപ്രായമില്ല. കുറച്ചു കഴിഞ്ഞ അൻസാറിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണം. അവരാണ് ആ സമയത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും എണ്ണം കൂടുതലുള്ള ആൾക്കാർ, അൻസാറിൽപ്പെട്ട ആൾക്കാർ. അപ്പൊ അൻസാറുകളുടെ നേതാവായ സാദും റസൂൽ അഭിപ്രായം ചോദിച്ചപ്പോൾ സമുദ്രത്തിലേക്കാണ് അങ്ങനെ ഞങ്ങളെയും കൊണ്ട് ഇറങ്ങുന്നതെങ്കിൽ ഞങ്ങളും ഇറങ്ങും, ഞങ്ങളത് മടി കാണിക്കില്ല, യുദ്ധത്തിൽ ഞങ്ങൾ സമാനുകളായിരിക്കും, നാളെ തന്നെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് റസൂൽ പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം പ്രസന്നമാവുകയും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തു. അങ്ങനെ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട ബദറിന്റെ രണാങ്കണത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഉദുവത്തുൽ ഖുസ്വ എന്ന് പറയുന്ന കുന്നിന്റെ പിറകിലാണ് മക്കയുടെ മുശ്രിക്കുകളുടെ സൈന്യം തമ്പടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ അവിടുന്ന് 2 ഭൃത്യന്മാർ അതുവഴി വെള്ളമെടുക്കാൻ വേണ്ടി മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട സൈന്യത്തിന്റെ അടുത്തെത്തിയപ്പോൾ അവരെ പിടികൂടുകയും റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ പെട്ടുവന്നപ്പോ അവരോട് ചോദിക്കുകയാണ് അവരെത്ര പേരുണ്ട്. ഒരു ദിവസം ഇത്ര ഒട്ടകത്തെ ഇറക്കും, ഒരു ദിവസം 90 ഒട്ടകത്തെ ഇറക്കും, ഒരു ദിവസം 100 ഒട്ടകത്തെ ഇറക്കും എന്ന രീതിയിൽ അവർ ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ എണ്ണ റസൂൽ കണക്കാക്കുകയും ആരൊക്കെയാണ് അതിനുള്ള നേതാക്കന്മാരെന്ന് ചോദിച്ചപ്പോ മക്ക അതിന്റെ ഏറ്റവും വലിയ ഖുറൈശി കോട്ടത്തിലെ പ്രമുഖന്മാരായ ഉത്ബത്തും ശൈബത്തും അതുപോലെ തന്നെ അബൂജഹലൊക്കെ അവിടെ ഉണ്ടെന്ന് ഭൃത്യന്മാർ റസൂലിനോട് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു മക്ക അതിന്റെ കരളുകളെ തന്നെയാണ് യുദ്ധത്തിന് അയച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടാവുക. അങ്ങനെ യുദ്ധക്കാലത്ത് റസൂലുള്ളാഹി ഈ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചിന്തകളിലേക്ക് വരുന്ന കാര്യമാണ്. റസൂലുള്ളാഹിയിൽ നിന്നും പല മോചിതകളും വെളിവാക്കപ്പെട്ട ഒരു യുദ്ധം കൂടിയായിരുന്നു ബദർ യുദ്ധം എന്നുള്ളത്. റസൂലുള്ളാഹിന്റെ ചില മോചിതകൾ റസൂലുള്ളാഹി റമദാൻ 16 വൈകുന്നേരം ആ യുദ്ധഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുക. യുദ്ധഭൂമിയുടെ ബദറിൽ ഇങ്ങനെ നടന്ന് ഓരോ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന സ്ഥലത്തായിരിക്കും ഇന്നയാൾ മരിച്ചു വീഴുക,
ഇന്ന സ്ഥലത്തായിരിക്കും ഇന്നയാൾ കൊല്ലപ്പെട്ടു വീഴുക, ഇന്ന സ്ഥലത്തായിരിക്കും ഇന്നയാൾ തലയിട്ട് വീഴുക, ഇന്ന സ്ഥലത്തായിരിക്കും ഇന്നയാൾക്ക് വെട്ടുകൊള്ളുക എന്ന് കൃത്യമായി പ്രവചിക്കുന്നതായി യുദ്ധത്തിന് മുമ്പ് ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ മുസ്ലിം സൈന്യത്തെ പറ്റി, മുസ്ലിങ്ങളുടെ സൈന്യത്തെ പറ്റി അറിയാൻ വേണ്ടി മുസ്ലിക്കളെ ഭാഗത്തുനിന്ന് ഉമയ്യ ഇബ്നു വഹബ് വന്ന് മുസ്ലിം സൈന്യത്തെ പറ്റി ഇങ്ങനെ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അന്വേഷണം നടത്തിയപ്പോൾ തിരിച്ചുപോയി മക്കാ മുസ്ലിങ്ങളുടെ സൈന്യത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്, അവരിൽ ഒരാളും തന്നെ നിങ്ങളിൽ ഒരാളെ പോലും വകവരുത്താതെ കൊല്ലപ്പെടുകയില്ല എന്ന് ശപഥം ചെയ്ത പോലെയാണ് എനിക്ക് അവിടെ കാണാൻ പറ്റിയത്. അവരുടെ കയ്യിൽ ആകെ 2 കുതിരകൾ മാത്രമേ ഉള്ളൂ, 70 ഒട്ടകങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ തന്നെയും അവർ കയ്യിലുള്ള വാളുകൾ വെച്ച് ഒരാളെയും കൊല്ലപ്പെടാതെ കൊല്ലപ്പെടുത്താതെ ഈ യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെയാണ് അവിടെ ഈ മുസ്ലിക്കുള്ള സൈന്യത്തോട് ഉമയ്യ ഇബ്നു വഹബ് പറയുന്നത്. അപ്പോ ഉത്ബത്തിന് റബീഅത്ത് മുസ്ലിം സൈന്യത്തെ പറ്റി പറയാണ്. അബൂജഹലുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ ഹബീബുൽ ഹുസാം എന്ന് പറയുന്ന ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമത്തിൽ അദ്ദേഹം പറയാണ്, ആ ഉത്ബത്തിന് റബീഅത്ത് അബൂജഹൽ പറയുന്ന വാക്കുണ്ട്, ഈ യുദ്ധത്തിൽ നിന്ന് നമ്മൾ ആ പരാജയപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലാൻ പോകുന്നത് അല്ലെങ്കിൽ ഏറ്റുമുട്ടേണ്ടത് ഒന്നെങ്കിൽ നമ്മുടെ പുത്രനോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കാരണവന്മാരെയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ഒറ്റ ചങ്ങാതിമാരെയോ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് പറയാനുള്ള കാരണം ഉത്ബത്തിന് റബീഅത്തിന്റെ പുത്രന്മാരിൽ ഒരാളായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു നേരത്തെ ഇസ്ലാം സ്വീകരിച്ച തൊട്ടപ്പുറത്തെ മുസ്ലിം സൈന്യത്തിന്റെ കൂടെ ഇദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. അപ്പോ ഉത്ബത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിന് അനുജൻ ഷൈബത്തും അദ്ദേഹത്തിന്റെ മകൻ വലീദുമാണ് യുദ്ധം തുടങ്ങുമ്പോ ആദ്യമായി മുശ്രിക്കുകളുടെ ഭാഗത്ത് വരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഈ 3 പേരും വരുമ്പോ സ്വന്തം ഉപ്പയും സ്വന്തം ഉപ്പയുടെ അനുജനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും ഒക്കെ ഒരു ഭാഗത്ത് നിന്ന് യുദ്ധത്തിന് ഇങ്ങനെ വരുമ്പം അനുജൻ തൊട്ടിപ്പുറത്ത് മുസ്ലിം സൈന്യത്തിന്റെ കൂടെ നിന്ന് കാണുന്ന ഒരു രംഗം എത്രമാത്രം വൈകാരികമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് യുദ്ധം ആരംഭിക്കുകയും ഈ 3 പേരെയും നഷ്ടപ്പെടുന്ന ഒരു സന്ദർഭത്തിലേക്ക് മക്കാ മുസ്ലിം സൈന്യം മാറുകയും ചെയ്യാൻ. അങ്ങനെ ഈ 3 പേരും അഥവാ ഉത്ബത്തും ഷൈബത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ വലീദും കൊല്ലപ്പെടുന്നതുകൊണ്ട് മുസ്ലിങ്ങളുടെ സൈന്യം ദേശത്തോടുകൂടി മുസ്ലിം സൈന്യത്തിന് നേരെ വരികയും വളരെ വലിയ രീതിയിലുള്ള ആക്രമണം അയച്ചുവിടുകയും ചെയ്യുന്ന സന്ദർഭമാണ് പിന്നീട് യുദ്ധഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റുക. അതിനുശേഷമാണ് ഖുർആനിലൂടെ അള്ളാഹു നൽകിയ വാഗ്ദത്തം നിറവേറ്റുകയും തുടരെ അയക്കപ്പെടുന്ന 1000 മലക്കുകളാൽ നിന്നെ നാം സഹായിക്കുമെന്ന് പറയുകയും ഇതിനെപ്പറ്റി പിന്നീട് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് അബൂ സുഫിയാൻ ഈ ബദർ യുദ്ധ വിജയത്തിന് ശേഷം മക്കയിലേക്ക് എത്തി അബൂലഹബിനോട് സംസാരിക്കുന്ന രംഗം ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. യുദ്ധത്തിന് ശേഷം അദ്ദേഹം പറയാണ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ വെള്ളക്കുതിരകളിൽ വെളുത്ത ഒരു പറ്റം ആൾക്കാർ യുദ്ധം ചെയ്യുന്നതായി ഞാൻ കണ്ടു. അവരെ മുമ്പൊരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അവരോടാകട്ടെ ആർക്കും ഏറ്റുമുട്ടി ജയിക്കാനും ആവില്ല. അത്രയും പോരാട്ട വീര്യത്തോടുകൂടിയാണ് അവർ യുദ്ധം നടത്തുന്നത്. കാരണം അബ്ബാസ് ബിൻ മുത്തലിബ് അദ്ദേഹത്തെ തടങ്കിലായിട്ട് ആക്കപ്പെടുന്നത് അഥവാ റസൂലുള്ളാഹിയുടെ കുടുംബക്കാരനായ ബനൂ ഹാഷിം കുടുംബക്കാരനായ അബ്ബാസ് ബിൻ മുത്തലിബിനെ യുദ്ധത്തിൽ നിന്ന് തടവിലേക്ക് മാറ്റപ്പെടുന്നത് ഒരു മലക്കാണ്. പക്ഷെ ഒരു അൻസാറിൽപ്പെട്ട ഒരാൾ അവകാശപ്പെടുന്നുണ്ട്, ഞാനാണ് ഇദ്ദേഹത്തെ തടവിലാക്കിയത്. പക്ഷെ അപ്പോഴും അബ്ബാസ് ബിൻ മുത്തലിബ് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഒരിക്കലും തന്നെ ഇദ്ദേഹമല്ല, എന്നെ ഒരു വെറുത്ത് സുന്ദരനായ ഒരാളാണ് എന്നെ തടവിലാക്കിയത് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ചില്ല, അത്രയും ഒരു മലക്കുകളെ 1000-ലധികം മലക്കുകളാക്കി ആ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായത് എങ്ങനെയാണ്? അത് തൗഹീദിലും ഈമാനിലും അടിയുറച്ചു എന്നുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ യുദ്ധം അബൂദാവൂദ് വാസിയുടെ റിപ്പോർട്ടിൽ കാണാം, ചില തലകൾ ഇങ്ങനെ തെറിക്കുന്നതാണ്, ചില തലകൾ ഇങ്ങനെ തെറിക്കാണ്, വെട്ടുന്ന ആരാണെന്ന് കാണുന്നില്ല. ചില കൈകാലുകൾ മുറിഞ്ഞു വീഴുന്നു, വെട്ടുന്നത് ആരാണെന്ന് കാണാൻ പറ്റുന്നില്ല എന്ന് മറ്റൊരു റിപ്പോർട്ടിലും കാണാം. അതുപോലെ തന്നെ യുദ്ധം നടന്നുകൊടുക്കുക, ഇതിങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോ ഉക്കാശത്തിന് മോശം അദ്ദേഹത്തിന്റെ വാളൊന്ന് പൊട്ടിപ്പോയി. യുദ്ധം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പൊ വാള് പൊട്ടിപ്പോയാൽ അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന്, റസൂൽ എന്റെ വാള് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, ഇതെന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോ റസൂൽ തൊട്ടടുത്തുള്ള ഒരു വിറക് കൊള്ളിയെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുകയും അദ്ദേഹം ഇങ്ങനെ ഒന്ന് പിടിച്ചുടച്ചപ്പോ അത് വാളായി മാറുകയും ആ വാള് കൊണ്ട് അദ്ദേഹം പിന്നീട് യുദ്ധഭൂമിയിൽ പോയി യുദ്ധം ചെയ്യുകയാണ്. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ചില മോചിതത്തുകൾ ഖുർആനിലെ 8-ാമത്തെ അൻഫാലിലെ 17-ാമത്തെ ആയത്തിൽ പറയുന്നത് പോലെ നീ അവരെ റസൂലുള്ളാഹി യുദ്ധഭൂമിയിൽ നിന്ന് ഒരു പിടി ചരൽക്കല്ലുകൾ വാരിയിട്ട് ഇങ്ങനെ എറിയുന്നത്, ഇതെറിഞ്ഞപ്പോ ആ യുദ്ധത്തിൽ പങ്കെടുത്ത മക്കയിലെ മുസ്ലിങ്ങളുടെ മുഴുവൻ ആൾക്കാരുടെ മുഖത്തേക്ക് ഈ കല്ല് പതിക്കുന്ന ഒരു സന്ദർഭത്തെ പറ്റി വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാലിന്റെ 17-ാമത്തെ ആയത്തിൽ നമ്മോട് പറയുന്നുണ്ട്, ആ സമയത്ത് നീ എറിഞ്ഞപ്പോ എറിഞ്ഞത് നീയല്ല, അത് ഞാനാണെന്ന് അല്ലാഹു ആ ആയത്തോട് വ്യക്തമാക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി ഇങ്ങനെ ചില മോചനങ്ങൾ കൂടി ബദർ യുദ്ധത്തിൽ വെളിവാകുന്നുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വൈകാരികമായ ഒരുപാട് സന്ദർഭങ്ങളിലൂടെ ബദർ യുദ്ധത്തിൽ കടന്നു പോകുന്നത്. അതിന്റെ സന്ദർഭമാണ് സന്ദർഭം.
അദ്ദേഹം യുദ്ധം കഴിഞ്ഞ് അദ്ദേഹമാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ പതാകവാഹകൻ. ബദർ യുദ്ധത്തിന്റെ പതാക വഹിച്ച അദ്ദേഹമായിരുന്നു. അദ്ദേഹം യുദ്ധത്തിന് ശേഷം അദ്ദേഹം തടവുകാരൊക്കെ ഇങ്ങനെ പിടിച്ച് അതിന്റെ അടുത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അനുജനായ അബു അസീസ് ബിൻ ഉമയ്യയെ ഇങ്ങനെ ഒരു അൻസാരി തടവിലാക്കിയിട്ട് ഇങ്ങനെ കാണുകയാണ്. ഇത് കണ്ടപ്പോ അദ്ദേഹം ആ അൻസാരിയോട് പറയാണ്, ആ അൻസാരിയോട് പറയാണ്, അദ്ദേഹത്തെ അഥവാ ഈ അബു അസീസ് ബിൻ ഉമയ്യനെ നീ ശക്തമായി ബന്ധിച്ചോളൂ, നീ ശക്തമായി അവരെ ചങ്ങലക്കിട്ടോളൂ. കാരണം അവരെ ഉമ്മയുണ്ടല്ലോ, അവരെ ഉമ്മ എന്ന് പറയുന്നത് മക്കയിലെ ഏറ്റവും ധനാഢ്യായ ഏറ്റവും ധനമുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ഒരുപാട് ധനം നിനക്ക് ലഭിച്ചേക്കാം എന്ന് സ്വന്തം അനുജനെ ചൂണ്ടിയിട്ട് അൻസാരിയോട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം അനുജനായ അബു അസീസ് ബിൻ ഉമയ്യർ സ്വന്തം ജ്യേഷ്ഠനായ ഇസ്മാ ബിൻ ഉമയ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ സ്ത്രീ നിങ്ങളുടെ ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോ വിഷമത്തോടു കൂടി അദ്ദേഹം ആ കണ്ണീരണിഞ്ഞുകൊണ്ട് ആ സന്ദർഭത്തോട് പോകണം. അത്രയേറെ ഉമ്മയെ സ്നേഹിച്ച, അത്രയേറെ മകനെ സ്നേഹിച്ച വിശ്വനാഥ് ആ അർത്ഥത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അടിക്കാൻ ഓങ്ങുമ്പോഴൊക്കെ വിശ്വനാഥിന്റെ പുഞ്ചിരി കൊണ്ട്, സ്വന്തം മകന്റെ പുഞ്ചിരി കാണുമ്പോ അടിക്കാൻ തോന്നാതെ, വർദ്ധിക്കാൻ തോന്നാതെ പാറാവുകാരെ കൂലിക്ക് നിർത്തി ആ കൂലിക്കാരെ കൊണ്ട് അദ്ദേഹത്തെ ചങ്ങലക്കിട്ട് വീട്ടിലൊരു മുറിയിൽ ചങ്ങലകളാൽ അദ്ദേഹത്തെ ബന്ധിക്കുകയാണ്. കാരണം അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതത്തിലേക്ക് പോകരുത്, എന്റെ മകൻ അങ്ങനെ നാശത്തിലേക്ക് പോയി നശിക്കരുത് എന്നുള്ള ഒരു ബോധം ആ ഉമ്മാക്ക് ഉണ്ടാവുകയും ആ ഉമ്മാനോട് ഒരുപാട് തവണ ഖുർആൻ ഓതി നിങ്ങൾ ഈ ദീനിലേക്ക് വരണം, ഈ ഇസ്ലാമിലേക്ക് നിങ്ങൾ വരണം എന്ന് ഒരുപാട് തവണ ഖുർആൻ ഓതി പറഞ്ഞിട്ടും വരാത്ത ആ ഉമ്മയെ പറ്റി ബദർ യുദ്ധാനന്തരം സ്വന്തം മനുഷ്യൻ മുഖത്ത് നോക്കി ചോദിച്ചപ്പോ സങ്കടം സഹിക്കാതെ അദ്ദേഹം അവിടെ നടന്നു പോകുന്ന രംഗം ബദർ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു രംഗമാണ് അബ്ദുറഹ്മാൻ ഉബയ്യത്ത് ഖലഫും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. അവരെ മക്കയിൽ ഇസ്ലാം വരുന്നതിന് മുമ്പ് ഉറ്റ ചങ്ങാതിമാരായിരുന്നു, അത്രയും അടുത്ത ചങ്ങാതിമാരായിരുന്നു. ആ ചങ്ങാതിമാരായിരിക്കുന്ന സമയത്ത് കച്ചവടത്തിലും അതുപോലെ ചെറുപ്പത്തിനും മുതലുള്ള ചങ്ങാതിമാരായ സമയത്ത് ബദർ യുദ്ധാനന്തരം അബ്ദുൽ റഹ്മാൻ മുസ്ലിം സൈന്യത്തിലും ഉമയ്യത്തുൽ ഖലഫും മക്കാ മുസ്ലിമിന്റെ സൈന്യത്തിലും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അവർ രണ്ടുപേരും തമ്മിൽ കാണുന്ന രംഗവും ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ചങ്ങാതിയുള്ള സ്നേഹം കൊണ്ട് ബിലാൽ റളിയല്ലാഹു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആയുധങ്ങളുമായി ഓടി വരുമ്പോ ഇദ്ദേഹം എന്റെ തടവുകാരനാണെന്ന് പറഞ്ഞിട്ടെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാൻ മഹാനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു പറയുന്നു, അദ്ദേഹം അവിശ്വാസികളുടെ നേതാവാണ്, എന്നെ മർദ്ദിച്ചവരാണ്, അദ്ദേഹത്തെ കൊല്ലുക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മകനെയും കൊല്ലുന്നൊരു രംഗം ബദറിന് ശേഷം നമുക്ക് കാണാൻ പറ്റും. അത് അതിനുശേഷം ഈ രംഗം വിശദീകരിക്കുമ്പോൾ ബിലാൽ ഉമയ്യത്തുൽ ഖലഫിനോട് പറയുമായിരുന്നു, അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനോട് പറയുമായിരുന്നു, എന്റെ ജീവിതത്തിലെ ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ദിവസം, ആ അന്നേ ദിവസത്തിൽ എന്റെ നെഞ്ചത്ത് വലിയ പാറക്കലുകൾ, ഈ ഉമയ്യത്തുൽ ഖലഫിനും അദ്ദേഹത്തിന്റെ പടയാളികളും വലിയൊരു പാറക്കൽ എന്റെ നെഞ്ചത്ത് കയറ്റി വെച്ച് ചുട്ടുകൊള്ളുന്ന ആ മണലാരത്തിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയ ഒരു രംഗം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മരണത്തെ മുഖാമുഖ ആ നിമിഷത്തില്, എന്റെ തൊണ്ട വരണ്ടുപോയ ആ നിമിഷത്തില്, ഞാൻ ദാഹം കൊണ്ട് മരണത്തെ മുന്നിക്കണ്ട ആ നിമിഷത്തില് അല്ലദുസ് ദാഹം അല്പം വെള്ളം തരുമെന്ന് ഈ ഉമയ്യത്തിന്റെ കിങ്കരന്മാരെ യാചിച്ചപ്പോ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ എന്റെ മുഖത്തേക്ക് താർപ്പിച്ച് തുപ്പിയ ആ തുപ്പലിൽ നക്കി തുറച്ചുകൊണ്ട് ദാഹം സുൽപ്പിക്കാൻ ശ്രമിച്ചു പോയ ഒരു ദിവസത്തെ പറ്റി എനിക്ക് ഓർമ്മയുണ്ട് അബ്ദുറഹ്മാനൊക്കെ. അതുകൊണ്ടാണ് അന്ന് അദ്ദേഹത്തെ വധിക്കുവാൻ വേണ്ടി ഞാൻ തയ്യാറായത് എന്നുള്ളത് ഒരു ഭാഗത്തൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ യുദ്ധാന്തരം കലീബ് എന്ന് പറയുന്ന കിണറ്റിലാണ് മക്ക മുശ്രിക്കുകളുടെ ആ മൃതദേഹങ്ങൾ മുഴുവൻ ഇങ്ങനെ അടക്കം ചെയ്യുന്നത്. അതിങ്ങനെ അടക്കം ചെയ്തു കൊടുക്കുമ്പോ ഔത്തുബത്തുൽ റബീഅത്തിൽ ഇങ്ങനെ കിണറ്റിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ മകനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു ആ കിണറ്റിന്റെ വക്കത്തുണ്ട്. ഉപ്പ ഇങ്ങനെ റസൂൽ ആ കിണറ്റിലേക്ക് ഇരുന്ന സമയത്ത് ആ സ്വഹാബിയുടെ മുഖത്തേക്ക് അഥവാ സ്വന്തം മകന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറയുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കാൻ റസൂലുള്ളാഹി വിഷമം കൊണ്ടോ അബൂ ഹുദൈഫ എന്ന് ചോദിക്കുമ്പോ അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു വാക്കുണ്ട്, വിഷമം ഒന്നുമില്ല റസൂലേ, എന്റെ വിഷമം എന്ന് പറയുന്നത് ഇത്രയും ബുദ്ധിയും ഇത്രയും കർമ്മശുദ്ധിയും ഉള്ളൊരു എന്റെ ഉപ്പ ഈ ദീനിലേക്ക് കടന്നു വരികയും ഈ ദീനിലേക്ക് കടന്നു വന്നതിന് ശേഷം ഈ ദീനിന് വേണ്ടി ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുമെന്നും ഞാൻ സ്വപ്നം കണ്ടിരുന്നു, അതിന് സാധിക്കില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞുപോയതാണ്. അദ്ദേഹത്തോട് മറുപടിയായി റസൂലുള്ളാഹി പറയുന്നത്, ആ കൂട്ടത്തിൽ, ആ മക്കാമുള്ള കൂട്ടത്തിൽ ആർക്കെങ്കിലും വല്ല ഗുണമുണ്ടെങ്കിൽ അത് നിന്റെ ഉപ്പയായ റബീഅത്തിന് മാത്രമാണ് എന്നുള്ളൊരു ഉപദേശവും കൂടി ഈ ചരിത്രം മുമ്പിലൂടെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ആദർശത്തിന് വേണ്ടി സ്വന്തം ഉപ്പയെ വിട്ട, ആദർശത്തിന് വേണ്ടി സ്വന്തം മകനെ വിട്ട, ആദർശത്തിന് വേണ്ടി സ്വന്തം കാരണവന്മാരെ വിട്ട, ആദർശത്തിന് വേണ്ടി സ്വന്തം മരുമക്കളെ വിട്ട, ആദർശത്തിന് വേണ്ടി സ്വന്തം ചങ്ങാതിയെ വിട്ട, ആദർശത്തിന് വേണ്ടി സ്വന്തം കുടുംബക്കാരെ വിട്ട ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു കർമ്മത്തിന്റെ യുദ്ധഫലം കൂടിയാണ്
ബദർ യുദ്ധമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ സമയത്തേക്കും ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആദർശകരമായ കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ കുടുംബക്കാരുമായി എത്രത്തോളം കളിച്ചിട്ട് പുലർത്തുന്നു എന്നുള്ള ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ബദർ യുദ്ധം നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ബദർ യുദ്ധത്തെ നോക്കിക്കാണുവാനും ഈ കർമ്മശുദ്ധിയിൽ നിന്നും ആ സഹാബാക്കൾ പണിപ്പെട്ടിൽ പടുത്തുയർത്ത ആ മഹനീയത്തിൽ നിന്നും ഒരു പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ബന്ധീകളോടൊപ്പം നമ്മളെയും നമുക്ക് ശ്രദ്ധിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതനുസരിച്ച് മരിക്കുവാനും ഭാഗ്യം ലഭിക്കുന്ന മഹാന്മാന്മാരും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ നമ്മൾ നമസ്കരിച്ച നമസ്കാരം, നമ്മുടെ നോമ്പുകൾ, കൊടുത്ത സക്കാത്തിന്റെ ചടങ്ങുകൾ ഇതെല്ലാം സ്വാലിഹായി വിവാഹങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന മുൻകൃത്യങ്ങളിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് വന്നു പോയി ചെറുതും വലുതുമായി എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നിർമ്മാറാകട്ടെ. കബറിനെയും നരകത്തിനെയും പ്രകടിപ്പിക്കുന്ന ഭീകരപ്പെടുന്ന ശിക്ഷകളിൽ നിന്ന് അള്ളാഹു നമുക്ക് ആക്രമിക്കുമാറാകട്ടെ. അള്ളാഹു والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. السلام عليكم ورحمة الله.